ഹലോ. അപ്പോൾ ഏർലി ഗുഡ് മോർണിംഗ്. ഈ ഒരു നേരം ഭയങ്കര അടിപൊളി ടൈമാണ് കേട്ടോ. നമ്മുടെ ദിവസത്തിൽ ഏറ്റവും നല്ലൊരു ടൈമാണ് ഈ ഏർലി മോർണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ സാധാരണ 6 o'clock ആകുമ്പോഴാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കയറൽ. ചായക്കടയിൽ ആ ഒരു ടൈമിലാണ്. ഇപ്പോൾ 45 ആയിട്ടുണ്ട്, 5:45 ആയിട്ടുണ്ട്. എൻ്റെ പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ പാത്രം കഴുകിയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരും എണീക്കാത്തതുകൊണ്ട് തന്നെ നമുക്കായിട്ട് കുറച്ച് ഫ്രീ ടൈമാണിത്. അപ്പോൾ ഭയങ്കര ഒരു പീസ്ഫുൾ ഹാപ്പി ടൈമാണിത്. അപ്പോൾ ഇപ്പോഴും ആരെങ്കിലുമൊക്കെ അങ്ങനെ നേരത്തെ എണീക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് നോക്കുക. ഒരു അരമണിക്കൂർ നേരത്തെ ഒന്ന് എണീറ്റ് നോക്കുക. അതൊരു ശീലമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടും. നമ്മളാണ് ഉറങ്ങുന്നവരെക്കാളും കൂടുതൽ ജീവിക്കുന്നത് എന്നുള്ളൊരു ഫീല് വരും. ഇതൊക്കെ ഈ ഒരു മോർണിംഗ് ടൈം എല്ലാവരും കാണണം. അതൊരു ഭയങ്കര വൈബാണ് കേട്ടോ ഈ ഒരു മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ചായയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ അടുക്കളയിലിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തലേദിവസം അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. അപ്പോൾ തലേദിവസം ഞാൻ മീൽ പ്രിപ്പറിൻ്റെ ഭാഗമായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു നൂൽപുട്ടിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ രാവിലെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു പയർ കാര്യങ്ങൾ. അപ്പോൾ അത് ഞാൻ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കിച്ചണിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മാത്രം വരാണ്ട് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷനും കൂടെ അതിൻ്റെ സൈഡിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരുമിച്ച് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളെ പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രീ ആവുന്നതാണ്. ഇപ്പോൾ ഞാനത് നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് തിളക്കാൻ നേരത്ത് നമ്മുടെ ഈ പൊടി കുറച്ചായിട്ടൊന്ന് അതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നവർക്കൊക്കെ അറിയുണ്ടാവും, ഇല്ലാത്തവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇനി വെള്ളം എത്രയാണെന്ന് ചോദിച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഏകദേശം ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എടുക്കൽ. സാധാരണ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു 1 കപ്പിനാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഇത് നല്ല ഇത് വെള്ളമൊക്കെ വലിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മളിത് കുഴച്ചെടുക്കൽ. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയി പോയിട്ട് ശരിയായ രീതിയിൽ നമുക്ക് നൂൽപുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇതിപ്പോൾ അത്യാവശ്യം ചൂട് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കയ്യിൽ പുരട്ടി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കൈക്ക് നല്ല ചൂട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് നല്ല ക്ലീനായിട്ടുള്ളൊരു കോട്ടൺ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കലാണ്. ഇപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു നൂൽപുട്ടിൻ്റെ അച്ചിലേക്കൊന്ന് മാവിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ എണ്ണ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇത് പിടിക്കുമ്പോൾ നമുക്ക് സ്ലിപ്പായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ കഴുകിയിട്ട് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കുഴച്ച കൈ കൊണ്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ടൈം നമുക്ക് ആ ഒരു അച്ച് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് തന്നെ സ്ലിപ്പ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇഡ്ഡലി തട്ടില്ലേ, അതിലും നമ്മൾ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പുരട്ടിയില്ലെങ്കിലും നല്ല രീതിയിലൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. എന്നാലും അതിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ വയ്യായ്യൊക്കെ ഉള്ള കാരണം എനിക്ക് ഈ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര വേദനയാണ് കൈക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി നൂൽപുട്ട് എനിക്ക് കഴിക്കാനുള്ളത് ഞാൻ അല്ലാണ്ട് പരത്തിയെടുക്കലാണ് ചെയ്യൽ. അപ്പോൾ ഇവർക്കുള്ളത് മാത്രമാണ് ഞാൻ ഈ ഒരു അച്ചിലേക്ക് നൂൽപുട്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ അപ്പുറത്ത് വഴക്ക് പറയുന്നുണ്ട് നൂൽപുട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമാണെന്നറിയാം, മോൾക്കും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഞാൻ കുറച്ച് നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഒരു നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ ഇടയിൽ തേങ്ങാപ്പീരൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് പിന്നെ എൻ്റെ ഒരു ഇത് കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് നമ്മൾ തേങ്ങ സ്ലൈസ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പാലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ കൂടെയാണ് ഈ ഒരു നൂൽപുട്ടും. പിന്നെ കറി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പോൾ അത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കുറച്ച് അധികം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നൂൽപുട്ടിൻ്റെ കാര്യമൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ തലേദിവസം
എന്തെങ്കിലുമൊക്കെ കറിയൊന്ന് റെഡിയാക്കി വെക്കാനായിട്ട് നോക്കും. ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടെങ്കിലും വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കറിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോകാനുള്ളവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് യൂസ് ചെയ്തിട്ടുള്ള പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വയ്ക്കുന്നുണ്ട്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സ്കൂൾ ഓഫീസിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊക്കെ വഴക്ക് കേട്ടെങ്കിലും അവർ ഹാപ്പി ആയിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന കണ്ടപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ചെറിയ ചെറിയ വയ്യാകയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് പറഞ്ഞിട്ട് കയറി കിടക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടെ വയ്യാണ്ടാവലാണ് ചെയ്യൽ. നമ്മുടെ ബോഡി അതിനായിട്ട് പ്രിപ്പയർ ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട ടൈമാണെങ്കിൽ റെസ്റ്റ് എടുക്കുക തന്നെ വേണം, അതല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ആ ഒരു കാര്യം പറഞ്ഞിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് തോന്നും നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെന്ന്. പക്ഷേ നമ്മൾ ഒന്നും കൂടെ ക്ഷീണിച്ച് ഒന്നും കൂടെ ആ ഒരു അസുഖത്തിലേക്ക് പോവുകയാണ് ചെയ്യൽ. അപ്പോൾ നമുക്ക് അസുഖങ്ങളൊക്കെ വന്ന് നമുക്കത് നോക്കാമല്ലോ. അപ്പോൾ ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എടുക്കുക. കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ അതുപോലെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. അല്ലാണ്ട് ഫുൾ ടൈം റെസ്റ്റ് ആണെങ്കിൽ അത് നമ്മളെ തന്നെ നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സിങ്ക് മെയിനായിട്ട് കഴുകുന്ന 2 ടൈമാണ്. ഒന്ന് രാത്രി നമ്മുടെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകിയതിന് ശേഷം, പിന്നെ ഇപ്പോൾ രാവിലെ ഈ ഒരു ടൈം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും കാര്യങ്ങളൊക്കെ ആ ഒരു പാത്രം കാര്യങ്ങളൊക്കെ കഴുകി വയ്ക്കുമ്പോൾ അപ്പോഴും കൂടെ ഒന്ന് സിങ്ക് കഴുകിയിടുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള തോരൻ കാര്യങ്ങളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇനി തേങ്ങാച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പാലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ ചിരകലല്ല, എനിക്ക് തേങ്ങ നാട്ടിൽ നിന്ന് കൊടുത്തേക്കലാണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ചായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കലാണ് കേട്ടോ. എനിക്ക് സ്ലൈസ് ചെയ്ത് തരലുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്യലാണ് ചെയ്യൽ. അപ്പോൾ അതെനിക്ക് അത്രയും എളുപ്പമാണ് തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് ഈ ഒരു തോരനും കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന കറിയിൽ സവാള കാര്യങ്ങളൊക്കെ വഴറ്റിയതിന് ശേഷം അരച്ചും കൂടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ തക്കാളിയും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അടിച്ചും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ കറിയുടെ കാര്യങ്ങളൊക്കെ അതായി. ഇനിയിപ്പോൾ നമുക്ക് തോരനുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയുടെ ഒന്ന് വഴറ്റി ഒന്ന് കറി ആവാനായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഈ ഒരു കറി ഉണ്ടാക്കി കഴിയുന്ന ആ ഒരു ടൈമിൽ തന്നെ തോരനും ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടൈം പ്രിപ്പറേഷനും കൂടെ ഒന്ന് നോക്കേണ്ടതാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കഴിയുന്ന രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊന്ന് കറി റെഡിയാവാനായിട്ടുള്ള എടുക്കുന്ന ടൈം കൊണ്ട് നമുക്ക് തോരനും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ കട്ടിങ്ങിനും ചോപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ബോർഡും കത്തിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ പാത്രം കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്തതിന് ശേഷം പാത്രം കഴുകാനായിട്ട് എക്സ്ട്രാ ടൈം നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കുക്കിംഗ് ടൈമൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ക്ലീനായി കിടക്കാൻ വേണ്ടിയിട്ടും എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഒരു തുണി കയ്യിൽ കരുതുക എന്നുള്ളത്. നമ്മുടെ വെറ്റായിട്ടുള്ള കൈ കൊണ്ട് ഒന്നും എടുക്കാണ്ടിരിക്കുക. ഇനിയിപ്പോൾ എടുത്താൽ തന്നെ അപ്പം തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വെറ്റ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സിലോ കാര്യങ്ങളൊന്നും തുടക്കാണ്ട് ചിലർ കാണും ഡ്രസ്സിലും ഷോളിലൊക്കെ തുടച്ച് വയ്ക്കുന്നത്. അപ്പോൾ ചില വീട്ടിലൊക്കെ ഫുഡിനൊക്കെ പോയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണും നമ്മൾ ഫുഡൊക്കെ കഴിക്കാനെടുത്ത് അവർ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ ഫുള്ള് മാക്സിയിൽ കറിയും ഇതൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത്.
അപ്പോൾ നമുക്ക് തന്നെ ഒരു മനസ്സിന് നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരാളെ വിളിച്ച് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മളും കൂടെ ഒന്ന് വൃത്തിയായിട്ട് നിൽക്കുക. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും നമുക്കും കൂടെ ഒരു നീറ്റ്നെസ് വേണ്ടതാണ്. ഫുഡ് മാത്രം ശരിയായ രീതിയിൽ പ്രസൻറ്റ് ചെയ്തത് കൊണ്ടായിട്ടില്ല, നമ്മളും കൂടെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുറച്ച് പേരെങ്കിലും ഇങ്ങനെ ശ്രദ്ധിക്കാതെ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാനും പറ്റില്ല. അതാണ് കേട്ടോ ഇപ്പോൾ ഞാനൊരു ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ പറയുന്നത്. ഇപ്പോൾ ആവശ്യമുള്ളവരത് സ്വീകരിച്ചാൽ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ മേത്താവാണ്ട് ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ആരെയും കുറ്റം പറഞ്ഞതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശീലിച്ചാലും നല്ലതാണ്. അത് നിങ്ങൾക്കത് ഹാബിറ്റാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസായി നല്ല ടൈഡി ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇനി വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ വീട്ടിലിരുന്ന് എന്ത് ഹാപ്പിനെസ് എന്ന് ചോദിക്കുന്നവരോട് പറയാൻ പറ്റണം, ഞാനൊരു നല്ല ഹോം മേക്കറാണെന്നൊക്കെ പറയാൻ പറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്താൽ തന്നെ ഒരുവിധം നമ്മുടെ ആ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുത്തൊന്നും ചെയ്യാണ്ടിരിക്കുക. ഇഷ്ടമുള്ള സമയത്ത് ഓരോ കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ടൈം കണ്ടെത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നേരം കിച്ചണിൽ തന്നെ ഇൻവോൾവ് ആവാണ്ട് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്താനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 മണിയായി, എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ക്ലീനിങ് ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കേർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഡെയിലി തുടച്ചിട്ടൊന്നും ഇല്ലെങ്കിലും എപ്പോഴും ഡസ്റ്റിങ് ചെയ്യേണ്ടതാണ്. ചെറിയ കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ എനിക്ക് തന്നെ ഇവിടെ 3-4 പ്രാവശ്യമൊക്കെ ഈ ഒരു ഹോളിലാണ് കുട്ടികളിരിക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ ആണെങ്കിൽ നമുക്ക് ഡെയിലി വൺസ് എങ്കിലും ഡസ്റ്റിങ് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തുടക്കലൊക്കെ നമുക്കറിയാമല്ലോ, വൃത്തികേടാകുന്ന അതിനനുസരിച്ചിട്ട് തുടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മതിയാകും. പിന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഇനി ഫ്രഷായി, ഇനി അലക്കാനൊക്കെ ഉള്ളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം കുടിയൊക്കെ എനിക്ക് പണ്ട് മുതലേ ഉള്ള ശീലമാണ് കേട്ടോ. കുളി കഴിഞ്ഞ് വന്നാൽ എനിക്കെപ്പോഴും കുറച്ച് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ടൈം ഇപ്പോൾ 9:30 ആണ് ആയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ടൈം നമുക്കിനി ലഞ്ചിൻ്റെ ആ ഒരു ടൈമിൽ വരുന്നതിന് മുമ്പ് ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എപ്പോഴും പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, വീട്ടിലിരിക്കുന്നവരാണെങ്കിലും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഇനി അതല്ലാണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലുമാണ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യുക. സ്റ്റിച്ചിങ്ങോ പെയിൻറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫുൾ ടൈം കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള വർക്കിൽ ഇൻവോൾവ് ആവാണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോം മേക്കിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.